PT വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആവോലിയും കിവി ഫ്രൂട്ടും വെച്ചിട്ട് ഒരു അടിപൊളി ഫിഷ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഏകദേശം 1/2 കിലോ വരുന്ന 2 ആവോലി ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു കിവി ഫ്രൂട്ട് അധികം പഴുക്കാത്തത്, നമ്മുടെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് 2ആയിട്ട് മുറിച്ചത്, കുറച്ച് കുരുമുളക് പൊടി, ഒരു നാരങ്ങ 2ആയിട്ട് മുറിച്ചതിൻ്റെ ഒരു പകുതിയും, പിന്നെ നമ്മുടെ വെളിച്ചെണ്ണയും. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടി വേണ്ടത്. ഇനി നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ഈ മീനൊന്ന് മസാല ഇടണം. അപ്പോൾ അതിനു മുമ്പേ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ നല്ല രീതിയിലൊന്ന് വരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നേരെ മുറിക്കരുത്, ഒന്ന് സൈഡ് ചരിച്ച് മുറിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മസാലയൊക്കെ അകത്തോട്ട് നല്ല രീതിയിൽ ഫില്ലായിരിക്കത്തക്ക രീതിയിൽ കിട്ടും. ഇങ്ങനെ. അപ്പം ഞാനിനി ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും, ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മുടെ ഈ നാരങ്ങ നീര് അതിലേക്ക് പിഴിഞ്ഞൊഴിക്കണം. ഏകദേശം 10 നാരങ്ങ മതിയായിരിക്കും, അത്രയും പുളി മതിയാവും. അതും കൂടി അങ്ങോട്ട് അതിലേക്ക് പിഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ മസാല ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ വീട്ടിലൊക്കെ ഉച്ചയ്ക്ക് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മസാല ഇടത്തില്ലേ, അതേപോലെ തന്നെ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. മസാല അധികം ലൂസായി പോകരുത്. എപ്പോഴും നമ്മൾ മസാല ഒഴിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല തിക്കായിരിക്കണം. അപ്പോഴേ നമുക്ക് മീനകത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് അതിൻ്റെ ആ മീൻ നമ്മൾ വരഞ്ഞ് വെച്ചേക്കുന്ന മീനകത്തൊക്കെ നല്ലപോലെ പറ്റിയിരിക്കത്തുള്ളൂ. ഏകദേശം നമ്മളിങ്ങനെ മസാല ചെയ്തതിന് ശേഷം ഈ മീൻ ഏകദേശം ഒരു 1 മണിക്കൂർ നമ്മൾ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിനൊന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതായത് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് ഇവനെ ഒന്ന് ഒരു ഗ്രില്ല് മാർക്ക് വരത്തക്ക രീതിയിൽ മാത്രം ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. അല്ല എണ്ണയിലിട്ട് നമ്മൾ കുളിപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ആ മസാല എടുത്തിട്ട് നമുക്ക് ആ മീനിൻ്റെ വരഞ്ഞ ഭാഗങ്ങളിലേക്കൊക്കെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കാം. ഇതേപോലെ പ്രത്യേകം ശ്രദ്ധിക്കണം. മീനിൻ്റെ നമ്മൾ വരഞ്ഞ് വെച്ചേക്കുന്ന ഭാഗത്തേക്കും അതുപോലെ തന്നെ മീനിൻ്റെ ആ തലയുടെ ഭാഗത്തേക്കും നല്ല രീതിയിൽ മസാല ഫില്ല് ചെയ്ത് വെക്കണം. എന്നാലും നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ ഏകദേശം 2 മീനിലും മസാല തേച്ച് ചെയ്തതായിട്ടുണ്ട്. തീർന്നിട്ട് നമുക്ക് ഇവനെ സൈഡിലോട്ട് മാറ്റി വെക്കാം. ഏകദേശം മിനിമം ഒരു 1 മണിക്കൂറെങ്കിലും വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് അതിലേക്ക് മസാല പിടിക്കത്തുള്ളൂ. ഇപ്പോൾ ഈ മീനിൽ പിടിക്കുന്ന മസാലയാണ് ഒരു 80% നമ്മൾ ആ ഗ്രേവിയിലേക്കും വരുന്നത്. അല്ല, ഗ്രേവിയിൽ പ്രത്യേകിച്ച് വലിയ മസാലകളും കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സൈഡിൽ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാൽ നമ്മൾ കറിവേപ്പിലല്ലേ, അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അടുത്ത പ്രാവശ്യം നിങ്ങൾ മീൻ വറുക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് ആ മസാലയുടെ കൂടെ ചേർത്തിട്ട് അതിന് ശേഷം നമ്മളൊന്ന് മീൻ വറുത്ത് നോക്കെ. നല്ല സൂപ്പർ മണമായിരിക്കും ആ മീൻ അന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യമുള്ള നമുക്ക് വെളിച്ചെണ്ണ കുറച്ചിടാം. അധികം വെളിച്ചെണ്ണ വേണ്ട. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മുടെ മീൻ എടുത്തിട്ട് അതിൻ്റെ മേളിലേക്ക് അങ്ങനെ സൂപ്പറായിട്ട് ഗിരിഗിരാന്ന് ശബ്ദം കേൾക്കത്തക്ക രീതിയിൽ അങ്ങനെ ഇടുക. രണ്ടാമത്തെ മീനും നമുക്കെടുത്ത് അങ്ങനെ ഇടാം. എന്നിട്ട് ഇവൻ്റെ ഒരു സൈഡ് നമുക്ക് ഏകദേശം ഒരു 3 മിനിറ്റെങ്കിലും ഒന്ന് ഫ്രൈ ചെയ്യണം. അതേപോലെ 2 സൈഡും 3-6 മിനിറ്റ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ആവശ്യമുണ്ട്. അതാണ് ഞാൻ സൈഡിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചത്. ഏകദേശം ഇത്ര മതിയാവും. ഈ വെളിച്ചെണ്ണ മതി നമുക്ക് ഈ ഫുൾ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇത് ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു സൈഡൊന്ന് തിരിച്ചിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു കളർ വ്യത്യാസം കാണാൻ പറ്റും. ഒരു ചെറിയൊരു ഗ്രില്ല് മാർക്കൊക്കെ വന്നിട്ട് ഒരു ചെറിയ കളർ വന്നിട്ടുണ്ട്. അത്രയും മതിയാവും. അപ്പോൾ കണ്ടില്ലേ. ഇനി നമുക്ക് അടുത്ത മീനും കൂടി അതേപോലെ തന്നെ നമുക്ക് മറിച്ചിടാം. കണ്ട, ഒരു ചെറിയ ഗ്രില്ല് മാർക്ക് വന്നിട്ടുണ്ട്. ഇനി അതേപോലെ അടുത്ത സൈഡും ഒരു 3 മിനിറ്റ് ഒന്ന് ഇതേപോലെ കിടക്കണം. ഇനി നമ്മൾ മീൻ തിരിച്ചെടുത്തില്ല. ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കും. ഇത് തേങ്ങയുടെ 1-ാം പാലാണ്. നല്ല കുറുകുറാന്ന് വന്നിരിക്കുന്ന 1 കപ്പ് 1-ാം പാല്. അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇവനൊന്ന് ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങും. ഈ തേങ്ങാപ്പാൽ ചെറുതായിട്ടൊന്ന് കുറുകും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നതെന്ന് വെച്ചാൽ നല്ല ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഇഞ്ചി. ഇനി തൊട്ട് അങ്ങോട്ട് നമ്മൾ എന്ത് സാധനം ഇതിനൊക്കെ ചേർത്താലും അത് ആ പാലിലോട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അല്ലാതെ മീനിൻ്റെ മേലോട്ട് ഇടണ്ട. ആ പാലിൽ കിടന്ന് അത് വെന്ത് അതിൻ്റെ ഫ്ലേവർ മൊത്തം പാലിലേക്ക് ഇറങ്ങും. അപ്പോൾ നമ്മൾ ഇഞ്ചി മൊത്തം അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത്രേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇനി അടുത്ത ഇടാൻ പോകുന്നതെന്ന് വെച്ചാൽ
നമ്മൾ കീറി വെച്ച പച്ചമുളക്, ഒരു 3 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, അതും ഈ പാലിലേക്ക് തന്നെ ഇട്ട് കൊടുക്കും. ഇതിപ്പോൾ നമ്മൾ ഈ സാധനങ്ങളിലെ ഇട്ട് വരുമ്പോഴത്തേക്ക് ഏകദേശം അത്തപ്പൂ കണക്കാവും, പല പല കളർ വരും. ഇനി നമ്മൾ അതിനകത്ത് ചേർക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്പെഷ്യൽ സാധനം കിവി. സാധാരണ ഇത് ഷെഫ് സുരേഷ് പിള്ള ഇതിനകത്ത് ചെയ്തതെന്ന് വെച്ചാൽ പച്ചമാങ്ങ ഇട്ടാണ് ചെയ്തേക്കുന്നത്. ഞാനപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് കിവി ഇട്ടത്. കിവിക്ക് നല്ല പുളിയാണ്, ചെറിയൊരു മധുരമുണ്ട്. ഒരു ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു, പക്ഷേ ഇത് നല്ല സൂപ്പർ സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ കിവി ഞാൻ മൊത്തത്തിൽ ഒരു കിവി എടുത്തിട്ട് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചേക്കും. അതുകൂടി അങ്ങോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചേർക്കുന്നത് വെച്ചാൽ ഒരു 3-4 പിഞ്ച് കുരുമുളക് പൊടി, അതും നമ്മൾ ഈ പാലിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് എരിവനുസരിച്ച് ഇപ്പോൾ കൂട്ടിയോ കുറയ്ക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇട്ടെന്ന് വെച്ചാൽ ഒരു 4 പിഞ്ച്, ഒരു 4 നുള്ള്. ഇനി ഞാൻ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു 2 തണ്ട് കറിവേപ്പില. 2 തണ്ട് കറിവേപ്പില ഞാൻ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് കറിവേപ്പില ഇലയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. കറിവേപ്പില എത്ര ഇടുന്നോ അത്ര നല്ല സൂപ്പർ മണമായിരിക്കും നമ്മുടെ കറിക്ക്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി കിടന്നിട്ട് ഈ നമ്മുടെ പാലൊന്ന് വറ്റി വരും. ഇതിപ്പോൾ ചെറുതായിട്ട് ലൂസല്ല, 1-ാം പാലാണെങ്കിൽ ചെറിയ ലൂസാണ്. നിങ്ങൾക്ക് 1-ാം പാൽ ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കടയിൽ കിട്ടുന്ന മിൽക്ക് പൗഡർ മേടിച്ചിട്ട് കറിക്ക് ഉപയോഗിക്കാം. എന്തായാലും കട്ടി ഉണ്ടായിരിക്കണം. ഇനി ചെറുതായിട്ട് ഇവനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതായിട്ടില്ലേ, ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പാൽ ഞങ്ങൾക്ക് കുറുകി വരും. ഇനി നമുക്ക് ഇവനെ ഒന്നുകൂടി കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പച്ച വെളിച്ചെണ്ണ തന്നെ മേളിലോട്ടൊന്ന് ഇട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബട്ടർ സ്മൂത്ത് പോലെ നമ്മുടെ ഈ ഗ്രേവി തിക്കായിട്ട് വരും. അപ്പോൾ ഇനി അധികം കാര്യങ്ങളൊന്നുമില്ല. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റെസിപ്പി. പ്രത്യേകം മറക്കരുത്, ഒരു കാര്യം പറയാനുണ്ട്, നമ്മുടെ ഉപ്പ് നോക്കിയിട്ടെങ്കിൽ ആവശ്യമുള്ളതുപോലെ ചേർത്ത് കൊടുത്തേക്കണം. അവസാനം ചേർത്താൽ മതി ഉപ്പ്, അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് അതും കൂടി ചേർത്ത് കൊടുത്തേക്കണം. അതേപോലെ തന്നെ നമ്മുടെ പിള്ള ഷെഫിന് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. കാരണം പുള്ളിക്കാരൻ്റെ റെസിപ്പിയാണ് ഫിഷ് നിർവാണ. പുള്ളിക്കാരൻ അതിനകത്ത് പച്ചമാങ്ങ ഉപയോഗിച്ചാണ് ചെയ്തത്, ഞാൻ അതിനകത്ത് കിവി ഉപയോഗിച്ചു. അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു പുതിയ കിടിലൻ റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.